വലിയ പാറക്കല്ലുകൾ മലമുകളിലേക്ക് ഉരുട്ടിക്കയറ്റി താഴേക്ക് തള്ളിയിട്ട് പൊട്ടിച്ചിരിച്ചിരുന്നൊരു ഭ്രാന്തൻ നമുക്കുണ്ടായിരുന്നു. ശുദ്ധവിഡിത്തം എന്ന് തോന്നിയേക്കാവുന്ന ഈ പ്രവൃത്തിയിലൂടെ വലിയൊരു ജീവിതസത്യം വിളിച്ചു പറയുകയായിരുന്നു നാറാണത്ത് ഭ്രാന്തൻ. ഇന്നിവിടെ മത്സരിക്കാൻ എത്തിയിരിക്കുന്നത് രായിരനല്ലൂർ മലയുടെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന PTM യത്തീംഖാന ഹയർ സെക്കൻഡറി സ്കൂളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം പാലക്കാട് ജില്ലയിലെ PTM യത്തീംഖാന ഹയർ സെക്കൻഡറി സ്കൂളിനെ ഹരിത വിദ്യാലയത്തിന്റെ ഈ വേദിയിലേക്ക്. PTM യത്തീംഖാന ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആമുഖ ദൃശ്യങ്ങളിലേക്ക്. ചരിത്രമുറങ്ങുന്ന രായിരനല്ലൂർ മലയുടെ താഴ്വാരത്തിൽ മനോഹരമായ കുന്തിപ്പുഴയോട് ചേർന്ന് നിലകൊള്ളുന്ന ഒരു വിദ്യാലയം. അതാണ് PTM യതീംഖാന ഹയർ സെക്കൻഡറി സ്കൂൾ എടപ്പലം. ഇത് പഠനയാത്രയ്ക്ക് പുറപ്പെടുന്ന കുട്ടികളുടെ നിരയാണ് എന്നു കരുതിയാൽ തെറ്റി. സ്കൂളിലേക്കെത്താൻ തോണി കാത്തു നിൽക്കുന്ന കുട്ടികളാണിവർ. ഏകദേശം 400ഓളം വിദ്യാർത്ഥികളാണ് ഇങ്ങനെ പുഴ കടന്ന് ദിവസവും സ്കൂളിലെത്തുന്നത്. മഴക്കാലമായാൽ കുന്തിപ്പുഴ നിറഞ്ഞു കവിയും. അതോടെ ഇവരുടെ യാത്ര ദുരിതപൂർണമാവുകയും ചെയ്യും. സകലവും നീ ശരണവും നീ സായുജ്യം നീ. SSLC വിജയം 90% മുകളിൽ നിലനിർത്താൻ കഴിയുന്ന പാലക്കാട് ജില്ലയിലെ ഈ വിദ്യാലയത്തിന് 2003 റാങ്ക് ജേതാക്കളെയും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാർഗദീപമായ പാണക്കാട് സെയ്ദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ തെളിച്ച അതേ പാതയിൽ മികച്ച വിദ്യാലയങ്ങളിലൊന്നായി PTMY ഹയർ സെക്കൻഡറി സ്കൂളും. ജയ ജഗദീശ ജയ സകലേശ ജഗദോധാ. സർ, ഇന്ന് PTM യത്തീംഖാന സ്കൂൾ ഇവിടെ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ഞങ്ങളുടെ അക്കാഡമിക് മികവ്. മറ്റൊന്ന്, ഞങ്ങളുടെ ഭരണകാര്യക്ഷമത. മറ്റൊന്ന്, സമൂഹ പങ്കാളിത്തം. ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. നിങ്ങളുടെ സ്കൂളിൻ്റെ പിന്നിലുള്ള മല രായിരനല്ലൂർ മല അല്ലേ? അവിടെ ചരിത്രം ഉറങ്ങുന്നു എന്നാണ് പറയുന്നത്. എന്ത് ചരിത്രമാണ് അവിടെ ഉറങ്ങുന്നത് നൗറീൻ? വിക്രമാദിത്യ സദസ്സിലെ ഒരു പണ്ഡിതനായിരുന്നു വരരുചി. എന്താണ് വരരുചി? വരരുചിയുടെ വരരുചി ഒരു പറയെ കല്യാണം കഴിച്ചു. പഞ്ചമി എന്നായിരുന്നു പേര്. അപ്പോ അതിലുള്ള ഒരു മകനാണ് നാറാണത്ത് ഭ്രാന്തന്റെ മലയാണത് അല്ലേ? അവിടുന്ന് കല്ലിപ്പോഴും ഉണ്ടോ മുകളില്? അതോ താഴെയാണോ കല്ല്? അറിയില്ല. അപ്പൊ ഒടുവിൽ അദ്ദേഹം എന്താ മുകളിൽ കൊണ്ടുവയ്ക്കായിരുന്നോ താഴെ ഇടുകയായിരുന്നോ ചെയ്തത്? മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ട് താഴേക്ക് വിട്ടു. അതെ, അത് കല്ല് ഇപ്പൊ മുകളിലാണോ താഴെയാണോ? മുകളിൽ തന്നെയാണ്. അത് ശരി. അപ്പോൾ ശ്രമങ്ങളുടെ അവസാനം വ്യർത്ഥമല്ല, മുകളിലെത്തുക എന്നുള്ളതാണല്ലേ. കൊള്ളാം, നല്ല കാര്യം. പിന്നെ നൗറീനൊക്കെ വല്ല ചർച്ചയിലൊക്കെ പങ്കെടുത്തിട്ട് എന്താണ് വൃദ്ധസദനങ്ങൾ വേണമെന്നോ വേണ്ടെന്നോ തീരുമാനിച്ചത്? അത് ശരിക്ക് മാതാപിതാക്കളെ നോക്കേണ്ടത് നമ്മുടെ മക്കളുടെ കടമ തന്നെയാണെന്നാണ്. ഗതികേട് കൊണ്ടല്ലേ മക്കൾക്ക് വെളിയിലൊക്കെ പോയി അതിലെ വീട്ടിലേക്ക് കാശ് അയക്കാൻ പറ്റൂ. അപ്പൊ എന്ത് ചെയ്യും? ശരിക്ക് മക്കൾ തന്നെയല്ലേ മാതാപിതാക്കളെ നോക്കേണ്ടതൊക്കെ സമ്മതിച്ചു. പക്ഷെ എന്ത് ചെയ്യും പ്രായോഗികമായിട്ട്? ശരിക്കും നമ്മുടെ സമൂഹത്തില് നമ്മുടെ സ്നേഹവും ഐക്യമൊക്കെ നിലനിർത്താൻ സമ്മതിച്ചു. നമുക്ക് വെളിയിൽ പോയി പണിയെടുത്താലേ വീട്ടിലേക്ക് കാശ് അയക്കാൻ പറ്റൂ. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും? അവരെ വെറുതെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയാൽ മതിയോ? അപ്പൊ എന്താ അതിന്റെ പരിഹാരം? എന്താണ്? അഖിലയ്ക്ക് വല്ല ഉത്തരവുണ്ടോ? ചർച്ച കഴിഞ്ഞിട്ട് അവസാനം എവിടെയെങ്കിലും എത്തണ്ടേ? നമ്മളിപ്പോ വല്ല വിദേശത്തേക്കും പോവുകയാണെങ്കിൽ നമ്മുടെ അമ്മമാരെയൊക്കെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കണേന്ന് ഒരു കാരണം പറയല്ലോ. അവരെ നോക്കാൻ ആളില്ല, അങ്ങനെയൊക്കെ ഓരോന്ന് പറയാണ്. അപ്പൊ അതിനായിട്ട് അവരെ ശുശ്രൂഷിക്കാൻ അല്ലെങ്കിൽ അവർക്ക് വല്ല സഹായങ്ങൾ വേണ്ട ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും നിർത്തിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ വിദേശത്തേക്ക് കൊണ്ടുപോകണമെന്നൊന്നും അത്ര കഷ്ടപ്പാട് വേണ്ടെങ്കിലും നമ്മുടെ വീടുകളിൽ തന്നെ അവരെ നിർത്തിയിട്ട് നമുക്ക് ഇതാക്കാം. പക്ഷെ എന്തിനാ വൃദ്ധസദനത്തിൽ വെറുതെ കൊണ്ടുപോക്കണത്? അപ്പൊ അതാണ് ഈ നമ്മളുടെ ഹോം നേഴ്സ് അങ്ങനെയൊക്കെയുള്ള അങ്ങനെ കുറെ പേർ കൂടെ ജോലി കിട്ടും അല്ലേ? പക്ഷെ ഹോം നേഴ്സ് ഒക്കെ ആണെങ്കിൽ അവരൊക്കെ കൊറേ ശമ്പളം വാങ്ങണ്ട്. അവരൊന്നും ആള് നോക്കുവോ? അവർക്കും ജീവിക്കണ്ടേ? ഹോം നേഴ്സിനും നമ്മൾ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോൾ അവർക്കും നല്ല ശമ്പളം കൊടുക്കണം.
അതും ഹോം നേഴ്സൊക്കെ വരുന്നത് കുറെ നമ്മുടെ സമൂഹത്തിൽ ഭർത്താക്കന്മാരൊന്നും ഇല്ലാത്ത പാവപ്പെട്ടവർ തന്നെയാണ്. അത്ര അതൊക്കെ തെറ്റിദ്ധാരണയാണ്. അല്ല, അവരും പാവങ്ങൾ തന്നെയാണ്. ഭർത്താക്കൻ ഇല്ലാത്തോണ്ടല്ല, അവരുടെ ഒരു ജോലി, ആളുകൾക്ക് ജീവിക്കാൻ ജോലി വേണ്ടേ? അത് നമ്മളെ നാട്ടില് ചില അമ്മമാർക്ക് അല്ലെങ്കിൽ അച്ഛന്മാർക്ക് മക്കളെ നഷ്ടപ്പെട്ടവരുണ്ടാവാം, പല കാരണങ്ങളായിട്ട് നഷ്ടപ്പെട്ടവരുണ്ടാവാം. അവരെ സംബന്ധിച്ചിടത്തോളം ഈ വൃദ്ധസദനം അവർക്കൊരു എന്താ പറയുക, ഒരു സ്വർഗം പോലെയാവും. എന്നാൽ മക്കൾ തണ്ടുന്നടിയോടെ അവിടെ ഇരിക്കുമ്പോൾ ആ അച്ഛനമ്മമാരെ നമ്മൾ വൃദ്ധസദനത്തിലാക്കുമ്പോൾ നമ്മളെ അച്ഛനെയും അമ്മയും അവിടെ ആക്കണം. ആ ഗതി നമുക്ക് വരരുതെങ്കിൽ ആക്കുന്നു. അപ്പൊ നമുക്ക് ആ ഗതി ഉണ്ടാവരുത്. അത് ശരിയാണ്, അത് സമ്മതിച്ചു. നിങ്ങൾക്ക് എന്തറിയാമെന്നറിയാനാണ് ഞാൻ ചോദിക്കുന്നത്. സ്കൂളിൽ പരീക്ഷ നടത്തുമ്പം അതെന്തിനാ നടത്തുന്നത്, എപ്പോഴാണ് നടത്തുന്നത് അറിയണ്ടേ? അപ്പം അഷ്ടമൂർത്തിക്ക് എപ്പോഴായിരുന്നു പരീക്ഷ? ഞങ്ങൾക്ക് ലാസ്റ്റ് കഴിഞ്ഞ പരീക്ഷ അരക്കൊല്ല പരീക്ഷയായിരുന്നു. എന്ത് പരീക്ഷയായിരുന്നു? അരക്കൊല്ല പരീക്ഷ. ഹാഫ് ഇയർ അല്ലേ? അപ്പോൾ അത് എത്ര ദിവസം പഠിക്കാൻ സമയം കിട്ടി? അത് ഞങ്ങൾ ഈ മാസ പരീക്ഷ ഓരോ മാസവും എടുത്തത് ഓടിച്ച് വീട് പരീക്ഷ എഴുതുകയാണ്. പിന്നെ ഈ ഹാഫ് ഇയർലി എക്സാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറച്ച് മുമ്പേ സാറ് പറയും ഇന്ന ദിവസം ഇന്നതാണെന്ന്, അപ്പോൾ പഠിച്ചിട്ട് എഴുതും. എന്നിട്ട് ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ അല്ല മാർക്ക് തരുമോ അതോ ഗ്രേഡ് തരുമോ, എങ്ങനെയാണ്? മാർക്ക് തരും. ഇത്ര മാർക്ക് മുതൽ ഇത്ര മാർക്ക് വരെ ഒരു ഗ്രേഡ് എന്ന് പറയും. അങ്ങനെ തരും. അപ്പോൾ അത് എത്ര ദിവസത്തിനുള്ളിൽ തരും? ഞങ്ങൾക്ക് ആദ്യം കിട്ടിയത് ഹിന്ദിയാണ്. ഹിന്ദി ഒരു പരീക്ഷയുടെ ഒരു ആദ്യത്തെ പരീക്ഷയല്ല, അവസാനത്തെ പരീക്ഷയല്ല, ഇടയിലൊരു ദിവസമായിരുന്നു ഹിന്ദി ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ദിവസം തന്നെ ഹിന്ദി കിട്ടി. അത് കഴിഞ്ഞാൽ പരീക്ഷ കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഞങ്ങൾക്ക് പേപ്പർ കിട്ടി തുടങ്ങി. എന്നിട്ട് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു, ഹിന്ദിയിൽ വളരെ ഗ്രേഡ് കുറഞ്ഞു പോയി. അപ്പം ടീച്ചർ എന്ത് ചെയ്യും? പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർ ആ ചോദ്യം എന്താണെന്നും അല്ലെങ്കിൽ പിന്നെ ഉച്ച സമയങ്ങളിൽ ഇന്റർവെൽ സമയങ്ങളിലൊക്കെ ടീച്ചർ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ടീച്ചർ ആ ചോദ്യത്തിന് അടുത്ത് ചെല്ലണം. ടീച്ചർ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് വന്നിട്ട് ചിലപ്പോൾ ഉച്ചയ്ക്കൊക്കെ ഞങ്ങളുടെ പല വിഷയത്തിൻ്റെയും ടീച്ചർമാർ ക്ലാസ്സിൽ വരാറുണ്ട്. അവർ ആ വിഷയത്തിൽ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ പരീക്ഷയ്ക്ക് ഒരു കുട്ടിക്ക് ഒരു ചോദ്യത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് അല്ല എന്തെങ്കിലും അല്ല ഞാൻ ചോദിച്ചത്. ഇപ്പോൾ മോളുടെ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് ഗ്രേഡ് വളരെ കുറഞ്ഞു, കണക്കിന് ഗ്രേഡ് വളരെ കുറഞ്ഞു. ആ കുട്ടിക്ക് ഈ ആൻസർ ഷീറ്റ് കൊടുത്തതിന് ശേഷം ടീച്ചർ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ചോദിച്ചത്. ടീച്ചർ ആ കുട്ടിക്ക് തെറ്റെന്താണെന്ന്, എന്തുകൊണ്ടാണ് ആ കുട്ടിയുടെ ആൻസർ എന്താണ് തെറ്റാൻ കാരണം എന്ന് മനസ്സിലാക്കി കൊടുക്കും. എന്നിട്ട് അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കുക, ഗ്രേഡ് കുറഞ്ഞ എല്ലാരെയും കൂട്ടിയിരുത്തി പറഞ്ഞു കൊടുക്കും. ഗ്രേഡ് ഇപ്പൊ ഒരു രണ്ട് ചിലപ്പോൾ അധികം പേരുടെ ഒന്നും അങ്ങനെ തെറ്റാറില്ല. കാരണം കണക്കിന് ആർക്കും ഗ്രേഡ് കുറഞ്ഞു കിട്ടത്തില്ലേ? ആ ഇപ്പൊ എന്റെ ക്ലാസ്സിൽ 46 കുട്ടികളാണ് ഉള്ളത്. 46 കണക്കിന് ഗ്രേഡ് കുറഞ്ഞവർ എത്ര പേരുണ്ടായിരുന്നു? കണക്കിലൊരു 10 പേരുടെ ഗ്രേഡാണ് കുറച്ച്. ക്ലാസ് വളരെ നല്ല ക്ലാസ് ആണ്. അപ്പോൾ അവർക്ക് ആ 10 പേരെയാണ് ഒരു ബെഞ്ചിക്ക് ഇരുത്തിയിട്ട് അവർക്ക് വേണ്ട പോലെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ എല്ലാ കുട്ടികൾക്കും മനസ്സിലാവും. ചിലപ്പോൾ ഈ ചില കുട്ടികൾക്ക് എത്ര കുറച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് മനസ്സിലാവാത്ത ചില കുട്ടികളുണ്ടാവും. അങ്ങനത്തെ കുട്ടികളെ ടീച്ചർ എന്ത് ചെയ്യും? അങ്ങനത്തെ കുട്ടികളെ ടീച്ചർ ഞങ്ങളുടെ വിദ്യാലയത്തിലെ മറ്റു അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഞങ്ങളുടെ കൈത്താങ് ക്ലാസ്സിലേക്ക് ഉൾപ്പെടുത്തുകയാണ് ചെയ്യാറ്. ഈ നിങ്ങൾ തോണി യാത്ര ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞു, അതിനുശേഷം കലിയെ ഈ തോണിയിൽ വെച്ച് കാണുക എന്ന് വിചാരിക്കുക, എന്താ കുട്ടി കലിയോട് പറയുക? എന്നാ കലി പോണ നമ്മൾ അവിടുന്ന് സ്വയംവരം കഴിഞ്ഞ് വരികയാണെന്നുള്ള ഇതാണ് പറയണേ വെച്ചാ എന്താ ഇന്ന് വല്ല അല്ല എന്നോട് പറയും പോലെയല്ല, കലിയോട് എന്താ പറയുക? ഞാൻ കലിയാ അല്ല നമുക്ക് അപ്പോൾ കലിയാണ് മുമ്പിലുള്ളതെന്ന് വിചാരിച്ചു, എന്നെ തന്നെ സങ്കല്പിച്ചു. എന്നാൽ എന്നോട് എന്താ പറയാ? ഇന്നൊരു ശകുനപ്പീട പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ താങ്കൾ പോണ സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ സ്വയംവരമൊക്കെ കഴിഞ്ഞു. അവിടെ ഒരു വെറൊരു പുഴുവായ മനുഷ്യനെയാണ് കല്യാണം കഴിച്ചത്. ഇന്ന് കലിയോട് ഞാൻ പറയും, ഇന്ന് ഒരു ശകുനപ്പീട പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ കലിയോട് പറയും. കലീനെ വിടില്ല എന്നല്ല, നമ്മളൊരു ഉപദേശം പറയാണ്. കലി എങ്ങനെയാണ് നമ്മളോട് പ്രതികരിക്കുക? എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കലിക്ക് കലി വിടുവോ നമ്മളെ? കലി നമ്മളെ കളിയാക്കും. കാരണം ഒരു മനുഷ്യ പുഴുവിനെയാണ് ദമയന്തി വിവാഹം കഴിച്ചിരിക്കുന്നത്. എന്നിട്ട് നിങ്ങളെ പോലെയുള്ള ദേവന്മാരൊക്കെ അവിടെ ഉണ്ടായിട്ട് കൂടി ആ ഒരു മനുഷ്യനാണ് അവളെ വിവാഹം കഴിച്ചത്, നിങ്ങൾക്ക് അതിനുള്ള ശേഷി കൂടി ഇല്ലേ ചോദിച്ച് കളിയാക്കും. ആയിക്കോട്ടെ. ഞാനൊരു സെന്റൻസ് ഒരു പറയാം, അതൊന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്യാം. പുരാ വിശ്രവസ പുത്രോ രാവണോ നാമ രാക്ഷസഃ അസീദസ്യാനുജോ ജ്യേഷ്ഠാം
കുംഭകർണോ വിഭീഷണോ. പോട്ടെ, ആദ്യത്തെ മാത്രം പറഞ്ഞാൽ മതി. പുരാ വിശ്രവസപുത്രോ രാവണോ നാമ രാക്ഷസ. പുരാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പണ്ട്. ആ, വിശ്രവസപുത്രോ എന്ന് പറഞ്ഞാലോ വിശ്രവസിന്റെ മകനായ. ആ, ഇതിങ്ങനെ എടുത്തെടുത്ത് ചോദിക്കണോ? ഇത്ര നേരം ഇങ്ങനെ ടേപ്പ് തുറന്നിട്ട പോലെ സംസാരിച്ച്. വിശ്രവസിന്റെ പുത്രനായ രാക്ഷസൻ എന്ന രാവണനാണ് വിശ്രവസിന്റെ പുത്രൻ. ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഏതായാലും നന്നായിട്ടുണ്ട്. എല്ലാവർക്കും ഒരു കാര്യഗ്രഹണ ശേഷിയൊക്കെ ഉണ്ട്. വളരെ സന്തോഷം. നേരത്തെ കല്യാണം കഴിക്കുന്നത് മോശമാണോ? എന്താണ് അഖിലയുടെ അഭിപ്രായം? നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ അറിയാനുള്ളൊരു കഴിവ് കുഞ്ഞു കുട്ടിയാകുമ്പോൾ തന്നെ കല്യാണം കഴിച്ചു വിട്ടു കഴിഞ്ഞാൽ എത്ര വയസ്സാകുമ്പോൾ കല്യാണം കഴിക്കുന്നതാണ് നല്ലത്? ഒരു 18-19 വയസ്സ്. അഖിലക്ക് എത്ര വയസ്സായപ്പോൾ കല്യാണം കഴിക്കണം എന്നാണ് പ്ലാൻ? എനിക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റണം അത്രത്തോളം പഠിച്ചിട്ട്, അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 30 വയസ്സ് വരുന്നും അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഒരു അങ്ങനെയില്ല, തെറ്റിദ്ധരിക്കരുത്. അടിസ്ഥാനമായിട്ട് നമുക്ക് ഹർഷയുടെ അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് മിനിമം കുറച്ച് അറിവെങ്കിലും വേണം. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ നിങ്ങളുടെ സ്കൂൾ നല്ല സ്കൂളല്ലേ? അവിടെ 8ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ തന്നെ നല്ല അറിവ് കിട്ടില്ലേ? കിട്ടും. പക്ഷെ ഞങ്ങളുടെ 8ാം ക്ലാസ്സിൽ തന്നെ ഞങ്ങളുടെ വിദ്യാലയത്തിൽ നിന്ന് കുറെ പേരൊക്കെ കല്യാണം കഴിച്ച് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് ഒരു പരിധി വരെയൊക്കെ ഞങ്ങൾക്ക് നിർത്തലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ബോധവത്കരണം രക്ഷിതാക്കൾക്ക് നൽകുന്നത് വഴി. അതല്ല, എന്നാലും 8ാം ക്ലാസ്സിൽ വരുമ്പോ തന്നെ അപ്പം ഏത് തരത്തിലുള്ള സ്കൂളിലായി കൂടെ പഠിച്ച കുട്ടികൾ ആരെങ്കിലും അങ്ങനെ വിവാഹിതരായി പോയിട്ടുണ്ടോ? ആ കുട്ടികളെ പിന്നീട് കാണാറുണ്ടോ? ആ കുട്ടികളെ കാണാറുണ്ട്. പക്ഷേ അവരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെ സാഹചര്യം അത്തരത്തിലാണ്. ചില കുട്ടികൾക്ക് അച്ഛനുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ വീട്ടിൽ എന്നും വഴക്കുള്ള വീടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു നിലയിലാണ് നമ്മൾ ജീവിക്കുന്നത് വെച്ചാൽ ആരായാലും ആഗ്രഹിക്കുക അവിടുന്ന് രക്ഷപ്പെട്ടു പോകാനാണ്. അങ്ങനത്തെ കുട്ടികളാണ് ഇപ്പോൾ അവിടുന്ന് പോകുന്നുള്ളൂ. അപ്പൊ എന്താണ് ഹർഷയുടെ അഭിപ്രായം? എന്താണ്, എത്ര വയസ്സിലാണ് പെൺകുട്ടികൾ വിവാഹം കഴിക്കുന്നത് നല്ലത്? ഒരു ഡിഗ്രിയെങ്കിലും കഴിയാതെ പെൺകുട്ടികൾ വിവാഹം കഴിക്കുന്നതോട് ഞാൻ യോജിക്കുന്നില്ല. നിങ്ങൾക്കൊരു സ്കൂളിലൊരു മാഗസിൻ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കയ്യെഴുത്ത് മാസികയുണ്ടോ? ഉണ്ട്. അതിൽ കഥകളും കവിതകളും എഴുതുന്ന ആരെങ്കിലും ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്? ഞാൻ എഴുതാറുണ്ട്, പിന്നെ നീമ ചേച്ചി എഴുതാറുണ്ട്, അഖില എഴുതാറുണ്ട്, നൗറിന്. അപ്പൊ എല്ലാവരും എഴുത്തുകാരാണ്. നിങ്ങൾ എന്താ പ്രധാനമായിട്ട് എഴുതുന്നത്? എനിക്ക് ഏറ്റവും കൂടുതൽ എഴുതാൻ ഇഷ്ടം കവിതകളാ. ഒരു കവിത, മോൾ എഴുതിയ കവിതയുടെ ഒരു 4 വരി ചൊല്ലാമോ? അങ്ങു കിഴക്കൻ മലകളിൽ സൈരന്ത്രി വനങ്ങളിൽ നിശബ്ദമൊരായിരം ചോലവനങ്ങളിൽ ഉണർന്നുയിർക്കൊള്ളുന്നെൻ പുഴ, എൻ ഗ്രാമത്തിൻ ജീവനാടിയാം പുഴ. നന്നായിരിക്കുന്നു, വളരെ നന്നായിരിക്കുന്നു. അഭിനന്ദനം കേട്ടോ. ഈ കഴിവുകൾ വികസിപ്പിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം എല്ലാവരും. ഹർഷശ്രീ ഈ സമീപകാലത്ത് ഒരു വളരെ പ്രമുഖയായ രാഷ്ട്രീയ നേതാവിനെ മോചിപ്പിച്ചല്ലോ തടവറയിൽ നിന്ന്. ആരായിരുന്നു? എവിടെയായിരുന്നു? എവിടെയാ അത്? എവിടെയാ? മറ്റാരെങ്കിലും? ആങ് സാൻ സ്യൂചി എന്ന മ്യാൻമറിലെ ഒരു തടവുകാരി, പ്രമുഖയായ ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ് തടവിൽ നിന്ന് മോചിപ്പിച്ചത്. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ജനാധിപത്യത്തെയും അതുപോലെ തന്നെ രാജഭരണത്തെയും വച്ചാൽ നിങ്ങൾ ഏതാ സ്വീകരിക്കുക? ജനാധിപത്യം. എന്തുകൊണ്ട്? ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ നിർത്തുന്നതിന് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണരീതിയാണ് ജനാധിപത്യം. തീർച്ചയായും എൻ്റെ അഭിപ്രായത്തിൽ ജനാധിപത്യം തന്നെയാണ് ഒരു രാജ്യത്തിന് നല്ലത്. രാജഭരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ വ്യക്തിയുടെ കീഴിൽ എല്ലാവരും ഇങ്ങനെ അവരുടെ റൂൾസിനെ മാത്രം അനുകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ശൈലി എനിക്കിഷ്ടമല്ല. ഇനി PTM യത്തീംഖാന ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ്. PTM യത്തീംഖാന ഹയർ സെക്കൻഡറി സ്കൂളിന് ജൂറി നൽകിയിരിക്കുന്ന സ്കോർ 93.6 out of 100.